വർഷത്തിലധികം കലാരംഗത്ത് സംഗീത സംവിധായകനായി തുടരുന്ന 1500-ൽ പരം നാടകങ്ങൾക്ക് സംഗീത സംവിധാനം നൽകിയ 900-ൽ പരം കഥാപ്രസംഗങ്ങൾക്ക് സംഗീതം നിർവഹിച്ച മുഹമ്മയിലെ അതുല്യ പ്രതിഭാശാലി ആലപ്പി ഋഷികേശ്. സംഗീതം അഭ്യസിക്കാതെ തന്നെ നിരവധി നാടകങ്ങൾക്ക് ഈണം ചിട്ടപ്പെടുത്തിയ കലാകാരൻ. ഒരു കാലത്ത് സജീവമായിരുന്ന അമച്വർ നാടകങ്ങളും കഥാപ്രസംഗവും ബാലകളും ഒരു നാടിന്റെ ഉള്ളറിഞ്ഞ കലാരൂപങ്ങളായിരുന്നു. ആ കലാരംഗത്ത് നിരവധി മഹാരഥന്മാരെ നൽകിയ ഈ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിഞ്ഞ ആലപ്പി ഋഷികേശ് എന്ന കലാകാരന്റെ ഓർമ്മക്കുറിപ്പുകൾ അവസാനിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, നീ നാടക സമിതി തുടങ്ങിയാൽ നിൻ്റെ കയ്യിരിക്കുന്ന കാശ് മുഴുവൻ ആണുങ്ങൾ കൊണ്ടുപോകും. ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ട. സത്യം പറഞ്ഞാൽ ഈ കത്തിക്കൂത്തല്ല, ബ്ലേഡിന് പോറുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഹൃദയത്തിൽ പോറിയ പോലെയാണ് തോന്നിയത്. കാരണം ആലപ്പുഴയിൽ നിന്ന് തന്നെ ഒരു വലിയ സംഘം ഇറങ്ങി ഞങ്ങളുടെ കാല് തല്ലി ഒടിച്ച് കളയും, ഞങ്ങളെ ശരിയാക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കലാകാരന്മാർ ഒരു പരിധി വരെ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് പ്രാക്ടീസ് ഒരുവിധം ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസ് ഇല്ല. നാടകത്തിന് നല്ല പ്രാക്ടീസ് ഇല്ല, വായിക്കാനും പറ്റില്ല. ആ നാടകമാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നതാണ്. ആ നാടകത്തിൻ്റെ അവസാനം നാടകം തീരുന്ന ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നതാണ്. ഈ കാലഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെക്കുന്നത്. ഞാൻ സംഗീതം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സംഗീതം പഠിക്കാതെയാണ് ഞാൻ സംഗീത സംവിധായകനാകുന്നത്. തിരുവനന്തപുരത്ത് ഞാൻ ആദ്യമായിട്ട് ഉഷസിൻ്റെ വർക്കിന് വേണ്ടിയാണ് ചെല്ലുന്നത്. പ്രഫുല്ലുകുമാർ സാറിൻ്റെ നാടകം. അപ്പം അന്ന് അവിടെ പരിചയപ്പെട്ട കുറേ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, എനിക്ക് കിട്ടിയ നല്ല ബന്ധങ്ങൾ. ബാലരാപുരം മധു എന്ന് പറയുന്ന ഒരാളാണ് എനിക്ക് ആദ്യമായി തിരുവനന്തപുരത്ത് കിട്ടിയ ഒരു സുഹൃത്ത്. അപ്പോൾ അദ്ദേഹവുമായി വളരെ ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കുറേ ദിവസങ്ങൾ ഞങ്ങൾ അവിടെ തങ്ങിയപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ട് നടക്കുന്നു, എനിക്ക് ഭക്ഷണം വാങ്ങിത്തരുന്നു, എന്നെ കുളിക്കാൻ കൊണ്ടുപോകും, എല്ലാം ബാലരാപുരം മധുവാണ്. അപ്പം അവരെങ്ങനെ റിഹേഴ്സൽ ഇട്ടിരിക്കുമ്പോഴാണ് രാജൻ ബി, അതിനുശേഷം രാജൻ ബി ദേവുമായിട്ട് ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്ന കാലഘട്ടത്തിൽ രാജൻ ബി ദേവാണ് സംവിധാനം. അപ്പോൾ റിഹേഴ്സൽ ക്യാമ്പിൽ ഒരു നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ദിവസവും വരും. അപ്പോൾ ചില കാര്യങ്ങൾക്ക് അഭിപ്രായം പറയുകയും ചെയ്തു. അപ്പോൾ ഒരു ദിവസം രാജൻ ബി ദേവ് എന്നോട് പറഞ്ഞാൽ, ഇവൻ കൊള്ളാമല്ലോ, ഇവൻ ആരാണെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആളുമായിട്ട് അടുത്തു. പരമേശ്വരൻ കുര്യാത്തി എന്ന് ഇപ്പോൾ വിളിക്കുന്ന പരമി കുര്യാത്തി എന്നാണ് അന്ന് ഞങ്ങൾ വിളിക്കുന്നത്. പരമിയെ പരിചയപ്പെട്ടു. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എനിക്ക് ഒരു അവസരങ്ങൾ ഉണ്ടാക്കിയത് മുഴുവൻ പരമി കുര്യാത്തിയാണ്. ഏറ്റവും കൂടുതൽ നാടകം ഞാൻ ചെയ്തിരിക്കുന്നത് സത്യത്തിൽ പരമേശ്വരൻ കുര്യാത്തി എഴുതി സംവിധാനം ചെയ്ത നാടകങ്ങളാണ്. അദ്ദേഹം എഴുതി സംവിധാനം ചെയ്ത് തന്നെ 125-ൽ പരം നാടകങ്ങൾക്ക് സംഗീതം ചെയ്യാനും അതുമായിട്ട് കൂടാനുണ്ട് കഴിഞ്ഞു. അന്നൊക്കെ പരമിയുടെ വീട്ടിൽ ഞങ്ങൾ റിഹേഴ്സൽ കഴിഞ്ഞാൽ പരമിയുടെ വീട്ടിൽ പോവും. നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും പരമിയുടെ ഭാര്യ. എനിക്ക് വളരെ എന്ന് ഓർത്തിരിക്കേണ്ടതാണ് അവരുടെ ട്രീറ്റൊക്കെ. എന്ത് നമ്മൾ ഇഷ്ടപ്പെടുന്നു ആഹാരം ഉണ്ടാക്കി തരും. രാവിലെ ഞാനിവിടെ കഞ്ഞിയാണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെയും വൈകിട്ടും കഞ്ഞിയാണ് കഴിക്കുന്നത്. അപ്പോൾ കഞ്ഞി ഉണ്ടാക്കി തരും, നല്ല ദോശ ഉണ്ടാക്കി തരും. രസം എനിക്കിഷ്ടമുള്ളൊരു വിഭവമാണത്. രസം അതിമനോഹരമായിട്ട്, അത് നല്ല രസമാണത്. അത് രസത്തിന് രസമുള്ള അത്ര ഗംഭീരമായിട്ട് ഉണ്ടാക്കി തരുന്ന ഫുഡ് ഉണ്ടാകത്തുള്ളൊരു വീടാണ്. ആ വീട്ടിലായിരുന്നു സത്യത്തിൽ ഞാൻ കുറേ കാലം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ആറന്മുള പൊന്നമ്മാമ്മയുടെ വീട്ടിൽ ഞാൻ ആറന്മുള രാമേന്ദ്രൻ എന്ന് പറയുന്നത് ആറന്മുള പൊന്നമ്മാമ്മയുടെ മകളുടെ മകനാണ്. രാമേന്ദ്രൻ പിന്നെ പോലീസ് ട്രെയിനിങ് കോളേജിലെ സൂപ്രണ്ടായിട്ടൊക്കെയാണ് റിട്ടയർ ചെയ്യുന്നത്. ഈ കൊല്ലം അസിതയിൽ തിരുവനന്തപുരം ഉഷസിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് സഹകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നന്നായിട്ട് കോങ്കോട്ടറും വായിക്കും. അപ്പോൾ അന്ന് ഞാൻ തിരുവനന്തപുരത്ത് എന്നാൽ കമ്പോസ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും രാമേന്ദ്രനും കൂടെ വരും. രാമേന്ദ്രനുമായിട്ട് പോവുകയും അത് വളരെ രസകരമാക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ള ഒരാളാണ് ആറന്മുള രാമേന്ദ്രൻ. അതിനുശേഷം പരിചയപ്പെട്ടാണ് വക്കം സുധി. വക്കം സുധിയെ ഞാനിങ്ങനെ ഒരിക്കൽ ഒരു സ്വപ്നം കുറേ നിഴലുകൾ ആണ് നാടകം പരമേശ്വരൻ കുര്യാത്തിയായിട്ട് പോയപ്പോഴാണ് ഈ വക്കം സുധിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ സുധിയിലൊരു നല്ല സംവിധാനം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയോടുകൂടി
അവരുമായിട്ട് കൂടുതൽ അടുക്കാനും സുധിയുടെ ഒരുപാട് നാടകങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 10-40 നാടകങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ ഞാൻ എവിടെയെങ്കിലും സംഗീതം ചെയ്യാൻ ചെല്ലുമ്പോൾ അതിൻ്റെ നാടകത്തിൻ്റെ സംവിധാനം പോരാ, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് ഒരു സുഖമല്ല, അതൊന്ന് ശരിയാക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്നത് വക്കം സുധിയാണ്. അപ്പോൾ സുധിയെ വിളിക്കും, സുധി വരും, സുധി ഞാനുമായി ഇരുന്ന് അത് സ്ക്രിപ്റ്റ് കറക്റ്റ് ചെയ്യും. അങ്ങനെ എനിക്ക് തോന്നുന്നു 1 വർഷം 12 നാടകം വരെയൊക്കെ സുധി സംവിധാനം ചെയ്യുന്നൊരവസ്ഥയിലെത്തി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുമരൻ രാപ്പിനുമായിട്ടൊക്കെ കമ്പനിയായതോ എങ്ങനെയോ അത് പിരിഞ്ഞുപോയി. ആ കാലഘട്ടത്തിൽ ആണ് രാജൻ പി ദേവിൻ്റെ KKR എഴുതിയ കർക്കിടകം എന്ന് പറയുന്നൊരു നാടകം ചേർത്തല രചന തിയേറ്റേഴ്സിന് വേണ്ടി കളിക്കുന്നു. അപ്പോൾ ഒരു നാടകത്തിൻ്റെ സംഗീതം മറ്റൊരാൾ ചെയ്തു. നാടകം വേണ്ട 8-10 കളി കഴിഞ്ഞപ്പോഴാണ് ആ നാടകത്തിന് പറ്റിയ സംഗീതമല്ല അതെന്ന് ജനം പറയുകയുണ്ടായപ്പോൾ രാജൻ പി ദേവ് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ എൻ്റെ സുഹൃത്ത് ഋഷിയെ വിളിക്കാം. അങ്ങനെ എന്നെ വിളിച്ചു. ഞാൻ ചെല്ലുന്നു. അവിടെ ചെന്നു, നാടകം കണ്ടു. വളരെ മനോഹരമായൊരു സ്ക്രിപ്റ്റാണ്. വളരെ ഗ്രാമാന്തരീക്ഷം തുളുമ്പി നിൽക്കുന്ന വളരെ രസകരമായ ഒരു സ്ക്രിപ്റ്റ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു, നാടകം കണ്ടു, നാടകത്തിന് മ്യൂസിക് ചെയ്തു. അപ്പോൾ രാജൻ പി ദേവാണ് സംവിധാനം ചെയ്യുന്നതെങ്കിലും സത്യത്തിൽ അവിടെ നിന്ന് ചെയ്യുന്നത് മുഴുവൻ പ്രദീപ് റോയ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരാണ്. വളരെ നേർത്തു മെലിഞ്ഞ വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ പ്രദീപും ഞാനുമായി ആ ക്യാമ്പിൽ വെച്ച് വളരെ അടുക്കുകയും ആ സമയത്താണ് ജൂബിലി തിയേറ്റേഴ്സ് ആരംഭിക്കുന്നത്. ജൂബിലി തിയേറ്റേഴ്സ് ആരംഭിച്ചപ്പോൾ അതിൽ പ്രദീപ് റോയ് അഭിനയിക്കുന്നുണ്ട്, നമ്മുടെ ഞാറക്കൽ ജേക്കബ് ഉണ്ട്. അപ്പോൾ ഒരു വൻ ടീം തന്നെ ആ കാലഘട്ടത്തിൽ നാടകത്തിൽ വരികയും ഈ സമയത്ത് പ്രദീപ് റോയും ഞാനുമായിട്ടുള്ള അടുപ്പം വെച്ച് ഞാനിതുപോലെ ചെല്ലുന്ന ചെറിയ ചെറിയ സമിതികളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പ്രദീപ് റോയെ കൊണ്ട് സംവിധാനം ചെയ്യിക്കാം. അങ്ങനെ പ്രദീപ് റോയി വിളിച്ചു. അങ്ങനെ പ്രദീപ് റോയി സത്യത്തിൽ ഞാൻ തിരുവനന്തപുരത്തൊക്കെ നോട്ട് എഴുതാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരും. ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോകും. അപ്പോൾ അവിടെ നാടകത്തിന് എന്തെങ്കിലും കോമഡിയൊക്കെ കയറ്റാനുണ്ടെങ്കിൽ ഈ പ്രദീപിന് നന്നായിട്ട് കോമഡി വഴങ്ങുന്ന ഒരാളാണ്. അപ്പോൾ ഈ നാടകത്തിന് ഇടയ്ക്ക് കോമഡി കയറ്റി വിടുക. അപ്പോൾ അത് പലർക്കും വളരെ പ്രദീപ് റോയുമായിട്ട് ചെല്ലുന്ന ഭയങ്കര, എന്നോട് വിളിച്ച് പറയും വരുമ്പോൾ പ്രദീപ് റോയ് ഉണ്ടാവുമെന്ന് ചോദിക്കും. അപ്പോൾ പ്രദീപ് ഒരുപാട് കോമഡി കയറ്റി കൊടുക്കുക, അല്ലെങ്കിൽ സംവിധാനത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതുപോലെ അന്ന് റെക്കോർഡിംഗ് ഒക്കെ നടക്കുമ്പോൾ അനൗൺസ്മെൻ്റ് എല്ലാം എടുക്കുന്നതൊക്കെ പ്രദീപ് റോയാണ്. അപ്പോൾ അങ്ങനെ പ്രദീപ് റോയ് എന്ന് പറഞ്ഞ ഒരു നല്ല സംവിധായകൻ ഇവിടെ ജനിച്ചു എന്നുള്ളതാണ്. അയാളുടെ നല്ല കഴിവുള്ള ആളാണ്. എനിക്ക് അയാൾ 100-150 നാടകം കൊണ്ട് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ തീരെ ഒരു സുഖമില്ലാത്തൊരവസ്ഥയുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ വർഷവും നാടകം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രദീപ് റോയിയെ കിട്ടി. രസബാബ, പ്രദീപ് റോയ്, വക്കം സുധി. ആ ഇടയ്ക്കാണ് എനിക്ക് കടയ്ക്കാവർ അജയ് ബോസുമായിട്ട് പരിചയപ്പെടുന്നത്. കടയ്ക്കാവർ അജയ് ബോസ് ഒരു നല്ല എഴുത്തുകാരനാണ്. കലാതൂത് തുടങ്ങുന്ന കാര്യമാണ് രസകരമായൊരു സംഭവം. കലാതൂത് തുടങ്ങുന്നത് എല്ലാ ദിവസവും ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ വരും, ഗിറ്റാർ വായിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീകുമാർ. അന്ന് അയാൾ അഡ്വക്കേറ്റ് അല്ല, ശ്രീകുമാർ വീട്ടിൽ വരും. ചാവടിയിലാണ് ഞാൻ കിടക്കുന്നത്. അവിടെ വരും, എൻ്റെ കാലിൽ എഴുന്നേക്കെന്ന് പറയും, എഴുന്നേൽപ്പിക്കും. നമുക്കൊരു നാടക സമിതി തുടങ്ങണം. ഞാൻ പറഞ്ഞു എൻ്റെ മോനെ, നീ നാടക സമിതി തുടങ്ങിയാൽ നിൻ്റെ കയ്യിരിക്കുന്ന കാശ് മുഴുവൻ ആണുങ്ങൾ കൊണ്ടുപോകും, ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ട. അതല്ല, എൻ്റെ ഒരു ജീവിത അഭിലാഷമാണ് ഒരു നാടക സമിതി തുടങ്ങണം. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച് എന്തായാലും ഒരു നാടകം തുടങ്ങാം. അപ്പോൾ അതിന് ആരുടെ സ്ക്രിപ്റ്റ് എഴുതണം? അന്ന് പരമേശ്വരൻ കുര്യാത്തിയായിട്ട് ഞാൻ വളരെ ആത്മബന്ധം പുലർത്തുന്നൊരു സമയമായതുകൊണ്ട് അഗ്നേശ്വരം എന്ന പേരിലൊരു നാടകം. അപ്പോൾ പരമേശ്വരൻ കുര്യാത്തിയെ ഞാൻ ചെന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു പണിയാൻ മച്ചമ്പി ഞാൻ കൂടെ അഭിനയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏറെ സന്തോഷമായി. അപ്പോൾ ഇത് ആരെ കൊണ്ട് സംവിധാനം ചെയ്യിക്കണം എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും അടുപ്പുള്ള ആളാണ് കരോളം ചന്ദ്രൻ. എന്നാൽ ചന്ദ്രനെ കൊണ്ട് സംവിധാനം ചെയ്യിക്കാം. അങ്ങനെ ചന്ദ്രനെ സംവിധാനം ചെയ്തു. പരമേശ്വരൻ കുര്യാത്തി ഈ നാടകം എഴുതി. അന്ന് ഞാൻ കേൾക്കുന്നൊരു പേരാണ് പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ്. നാടകത്തിൻ്റെ വലിയ വലിയ പ്രൊഫഷണൽ ട്രൂപ്പുകളിലൊക്കെ വരുന്ന പേരാണ് പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ്. അപ്പോൾ ഞാൻ വിചാരിച്ച് അദ്ദേഹത്തെ കൊണ്ട് പാട്ടെഴുതിക്കാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. അദ്ദേഹം വന്നു, നാടകം കണ്ടു, ഇഷ്ടപ്പെട്ടു, പാട്ടെഴുതി കഴിഞ്ഞപ്പോൾ വളരെ വനവാസ ദശകങ്ങൾ പിന്നിട്ട് ഞങ്ങളെന്നും പറഞ്ഞൊരു അവതരണ ഗാനം. അപ്പോൾ നാടകം എഴുതി, നാടകം നന്നായി കളഞ്ഞു. KL ജോർജ്, അരുമാനൂർ ജോൺ തുടങ്ങിയ വലിയ നടന്മാർ വെച്ചിട്ട് നല്ലൊരു നാടകം ഇറക്കി. അഗ്നേശ്വരം ഒരു 140 നാടകം വന്ന് കളിക്കുകയാണ്. അപ്പോൾ ആ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് രസകരമായൊരു സംഭവം ഉണ്ടാകുന്നത്. ഞാനാണ് ഇരുന്ന സൈഡിലിരുന്ന് ഹാർമോണിയം വായിക്കുന്നത്. ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെയാണ് കൂട്ടിരുന്ന് വായിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ച് വക്കീൽ പറഞ്ഞു നാടകമില്ല,
നാടകം മാറ്റിവെച്ചു. 2 ദിവസം നാടകം മാറ്റിവെച്ചു. 3ാമത്തെ ദിവസം ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. സത്യത്തിൽ പിറ്റേ ദിവസം നാടകമില്ല. അതിൻ്റെ പിറ്റേ ദിവസം നാടകത്തിന് ഒരു ഉച്ചയപ്പം അരുമാനൂർ ജോൺ എൻ്റെ വീട്ടിൽ വരുന്നു. അച്ചമ്പി ഇല്ലാതെ നാടകം കളിക്കാൻ ഞാൻ പോകത്തില്ല. ഞാൻ എന്താ കാര്യം? ഞാൻ അറിയാതെ, മ്യൂസിക് ഡയറക്ടറായ ഞാൻ അറിയാതെ ആലപ്പി യൂണിവേഴ്സിറ്റിയിലെ ഓർക്കസ്ട്ര കൊണ്ടുവന്ന് വെച്ച് വക്കീൽ ഇതിനെ ഒരു സൗണ്ട് വെച്ചിട്ട്, ഞാൻ കൊണ്ടുവന്ന ആൾ തന്നെയാണ് ഭരതൻ, ചന്ദ്രൻ എന്നിവരെ കൊണ്ട് സാധാരണ സൗണ്ട് വെച്ചിട്ട് അവർ റെക്കോർഡ് ചെയ്ത് അവർ നാടകത്തിൻ്റെ മ്യൂസിക് റെക്കോർഡ് ചെയ്തിടാൻ തീരുമാനിക്കുന്നു. ഞാൻ അറിയുന്നില്ല വിവരം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. സത്യത്തിൽ 10 പൈസ ഞാൻ വാങ്ങിയിട്ടില്ല, ഞാനിതിന് വായിക്കുന്നതിന് കാശ് വാങ്ങുന്നില്ല. അപ്പോൾ എന്നിട്ട് പോലും അപ്പോൾ പരമേശ്വരൻ കുര്യാത്തി പറഞ്ഞു നമുക്ക് റെക്കോർഡ് ചെയ്ത് നാടകം ഇറക്കാമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ ജോൺ പറഞ്ഞു ഈ ഒരു സീസൺ മച്ചുമില്ല, ഞാൻ നാടകം കളിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള നാടകങ്ങൾ ഞാൻ പോയി വായിച്ചു. അത് സത്യം പറഞ്ഞാൽ ഈ കത്തിക്കൂത്തല്ല, ബ്ലേഡിന് പോറുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഹൃദയത്തിൽ പോറിയ പോലെയാണ് തോന്നിയത്. കാരണം എത്ര ആത്മാർത്ഥമായിട്ട് നിന്നിട്ടും എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ അവർക്ക് ഇത് ലാഭം ഉണ്ടാക്കാനാണെങ്കിലും അതിന് കുറേ കാശ് മുടക്കിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഇതിന് സംഭവിച്ചതെന്ന് എനിക്കറിയാം. അന്ന് റെക്കോർഡിങ് തുടങ്ങി വരുന്ന കാലഘട്ടമാണ്. റെക്കോർഡിങ്ങിൻ്റെ കാലഘട്ടം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഞാൻ, കുമരകൻ രായപ്പൻ, ഫ്രാൻസിസ് വലപ്പാട്, വൈപ്പിൻ സുരേന്ദ്രൻ, ഞങ്ങളെല്ലാം ഇങ്ങനെ റെക്കോർഡിങ് ആരംഭിച്ചപ്പോൾ ആലപ്പുഴയിൽ നിന്ന് തന്നെ ഒരു വലിയ സംഘം ഇറങ്ങി ഞങ്ങളുടെ കാല് തല്ലി ഒടിച്ച് കളയും, ഞങ്ങളെ ശരിയാക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് അപ്പോൾ അവരോട് നാടക സമിതിക്കാരോട് എന്നോട് പറഞ്ഞ നാടക സമിതിക്കാരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പണി ചെയ്തു, നിങ്ങൾക്ക് 8 ഓർക്കസ്ട്ര അല്ലെങ്കിൽ 10 ഓർക്കസ്ട്ര ടീം വേണം, ഇതിന് പറ്റിയ 10 പേരെ നിങ്ങൾ ഞങ്ങൾക്ക് തരൂ, അപ്പോൾ ഞങ്ങൾ റെക്കോർഡിങ് ആക്കില്ല, നിങ്ങൾ 10 പേരെ ഞങ്ങൾക്ക് തന്നാൽ മതി. അപ്പോൾ അതിനുള്ള ആളില്ല. ഇന്നും ഈ കലാകാരന്മാർ ഒരു പരിധി വരെ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് പ്രാക്ടീസ് ഒരുവിധം ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസ് ഇല്ല. നാടകത്തിന് നല്ല പ്രാക്ടീസ് ഇല്ല, വായിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പല ആളുകളും ഇതിനകത്ത് ഒഴിവായി. എന്നാൽ പിന്നെ റെക്കോർഡിങ് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. സത്യം പറഞ്ഞാൽ ഈ റെക്കോർഡിങ് ആദ്യം ആരംഭിക്കുന്നത് ആലപ്പി വിവേകാനന്ദ ചേട്ടനാണ്. പലരും പറയും പി ജെ ആൻ്റണിയുടെ കളരാത്രി അങ്ങനെ എന്തോ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ കൊല്ല അനശ്വരയുടെ ഒരു നാടകത്തിന് വേണ്ടി വിവേകാനന്ദൻ, കരോളം ചന്ദ്രൻ സംവിധാനം ചെയ്ത് വിവേകാനന്ദ ചേട്ടൻ ചെയ്ത ഒരു മ്യൂസിക്കാണ് ആദ്യമായിട്ട് കാസറ്റായിട്ട് ഇറങ്ങുന്നത്. ആ നാടകമാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നതാണ് ആ നാടകത്തിൻ്റെ അവസാനം നാടകം തീരുന്ന ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നതാണ്. ഈ കാലഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെക്കുന്നത്. അപ്പോൾ അതോടുകൂടി ആ നാടകം തന്നെ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഒന്നാമത് റെക്കോർഡ് ചെയ്ത നാടകം പിന്നീട് സത്യത്തിൽ പിന്നെ കളിക്കാൻ പറ്റും. പക്ഷേ അത് ഒരുപാട് നാടകം കളിച്ചു. എനിക്ക് തോന്നുന്നു KK വാസുവൻ ചേട്ടനാണ് ആ നാടകം എഴുതിയിരിക്കുന്നത്. മലയാളം ആ ഇടയ്ക്ക് കൊല്ലത്ത് ഉള്ള നല്ല എഴുത്തുകാരിൽ ഒരാളാണ് KK വാസുവൻ. KK വാസുവൻ എന്ന് പറയുന്ന ആൾ വടക്കനാണ്. കോഴിക്കോട് നിന്ന് ഇവിടെ വന്ന് കൊല്ലത്ത് വന്ന് വളരെ ഫേമസ് ആയ ഒരാളാണ് KK വാസുവൻ. ഇവരെയൊന്നും ഓർക്കാതെ എൻ്റെ ഒരു കഥ പറഞ്ഞു പോകാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ആ ഇടയ്ക്കാണ് ഈ സത്യത്തിലെ അഡ്വക്കേറ്റ് മണിലാലുമായിട്ട് പരിചയപ്പെടുന്നത്. അഡ്വക്കേറ്റിന് മണിലാലിൻ്റെ ഈ ചവറയിൽ തന്നെ ഇറങ്ങിയ ഒരു നാടക സമിതിയിൽ കരോളം ചന്ദ്രനാണ് സംവിധാനം. എന്നെ നാടകത്തിൽ സംഗീതം ചെയ്യാൻ വിളിച്ചു. അന്ന് സത്യത്തിൽ എന്നെ മണിലാൽ എന്നെ ആദ്യം വിളിക്കുന്ന സാറേ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, സാറേ എന്നൊന്നും വിളിക്കണ്ട, നീ എന്നെ മച്ചമ്പി എന്ന് പറഞ്ഞു. നമുക്ക് നല്ല ആത്മബന്ധം ഉണ്ടാകണം. അങ്ങനെ അഡ്വക്കേറ്റ് മണിലാലിൻ്റെ ആദ്യ നാടകം പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ CC വിൻസെൻ്റ് തൊട്ടുള്ള വലിയ നടന്മാരാണ് കളിക്കുന്നത്. ആ നാടകം എനിക്ക് തോന്നുന്നു 10-200 നാടകം കളിച്ചു. മണിലാൽ അതിനകത്തൊരു സർക്കിൾ ഇൻസ്പെക്ടറെ വേഷം ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് അഡ്വക്കേറ്റ് മണിലാൽ, രാജൻ കിഴക്കനേല, ബെന്നി പി നായരമ്പല ഇവരുടെയൊക്കെ ആദ്യ നാടകത്തിന് സംഗീതം ചെയ്യാൻ, പ്രൊഫഷണൽ നാടകത്തിന് ആദ്യമായി എല്ലാ നാടകങ്ങൾക്കും സംഗീതം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു മഹാഭാഗ്യമാണ്. ഈ മണിലാല് ഒരുപാട് നാടകങ്ങൾ എഴുതി, അദ്ദേഹം തന്നെ സംവിധായകനായിട്ട് ഒരുപാട് നാടകം ചെയ്ത് കാഞ്ഞിരപ്പള്ളി അമലയ്ക്കൊക്കെ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സമയത്താണ് അദ്ദേഹത്തിന് ഒരു ദുർവിധി എന്ന് പറയാൻ പറ്റില്ല, സ്വയം ഏറ്റെടുത്തൊരു കാര്യമാണ് 3 നാടക സമിതി സ്വന്തമായി തുടങ്ങാൻ പുള്ളി പ്ലാൻ ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അല്ല അത് ഞാൻ ഓരോ ജില്ലയിലും ഓരോ നാടകം ഇറക്കും, അത് എൻ്റെ ഒരു വാശിയാണെന്ന് പറഞ്ഞു. അങ്ങനെ 3 നാടകം ഇറക്കി. 3 സമിതി നാടകം ഇറങ്ങി കഴിഞ്ഞാൽ എനിക്കറിയാം ഒരു നാടക സമിതി തന്നെ കൊണ്ടുപോകാൻ ഏറെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ 3 സമിതി മേടിച്ചിട്ട് ഇത് എങ്ങനെ മുൻപോട്ട് നയിക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥ വരികയും
കൂടെ നിന്നവന്മാർ തന്നെ, കൂടെ നിന്ന് നടന്മാർ തന്നെ, അതിലെ സെക്രട്ടറിയായിട്ട് പോകുന്നവരൊക്കെ തന്നെ പുള്ളിയെ പറ്റിച്ച് 3 സമിതിയും കൂട്ടി 3 വണ്ടിയും അവിടെ ഇരുന്ന് ദ്രവിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തി. സത്യം പറഞ്ഞാൽ ശക്തമായ ഒരു നാടകങ്ങൾ എഴുതുന്ന ആളാണ് അഡ്വക്കേറ്റ് മണിലാൽ. കുറേ NB തിരുവിക്രമപിള്ള സാറിൻ്റെ കുറേ അദ്ദേഹത്തെ അനുകരിച്ച് കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ശക്തമായ ഡയലോഗ് എഴുതുന്ന ഒരു ആളാണ് അഡ്വക്കേറ്റ് മണിലാൽ. അദ്ദേഹത്തിൻ്റെ നാടകം ഇങ്ങനെ ഈ അവസ്ഥയിൽ വന്നതിൽ വളരെ വിഷമമുണ്ട് എനിക്ക്. ആ മണിലാലിൻ്റെ എന്താ പറയണ്ട, ഈ 3 നാടകവും 3 ആ പല നാടകങ്ങൾ ഇറക്കിയെങ്കിലും ഒരു നാടകങ്ങളൊക്കെ നന്നായെങ്കിലും അധികം കളിക്കാനും പറ്റിയില്ല. ആ നാടകങ്ങളൊക്കെ കൂടെ നിന്നവരെല്ലാം സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ പറ്റിച്ചു വെള്ളത്തിലായിപ്പോയി. സത്യത്തിൽ എനിക്കത് ഭയങ്കര വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഞാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് നാടകത്ത് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ശക്തമായ ഒരു നാടക സമിതിയിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് കൊല്ലം അസിത എന്ന് പറയുന്നത് അന്ന് കൊല്ലത്തെ നമ്പർ 1 സമിതിയിൽ NB തിരുവിക്രമപിള്ള സാറിനെ പോലുള്ള ആൾ വന്ന് നാടകം എഴുതി സംവിധാനം ചെയ്ത് പോയിട്ടുള്ള സ്ഥലത്താണ് കൃഷ്ണൻ നായർ സാറിൻ്റെ ഒരു നാടകം. അപ്പോൾ അതിൽ അരമാനൂർ ജോണ്ട്, നെയ്യാറ്റിങ്കൽ രാജാജിയുണ്ട്, വക്കം സുധിയുണ്ട്, ആറന്മുള രാമേന്ദ്രനുണ്ട്, നമ്മുടെ കുന്നുകുഴി സുലോന ചേച്ചിയുണ്ട്. അവർ വൻ ടീമാണ് അഭിനയിക്കുന്നത്. അപ്പോൾ എന്നെ സംഗീതം ചെയ്യാനായിട്ട് വിളിച്ചു. ഞാനവിടെ ചെന്നു. നാടകം അതുവരെയുള്ള എല്ലാ നാടകങ്ങൾക്കും കുമരൻ രായപ്പൻ ചേട്ടനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെ പോലുള്ളവർ ചെയ്ത സ്ഥലത്തേക്ക് എന്നെ പോലെ ഒരാളെ വിളിക്കുമ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടുന്ന പോലെയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ അവിടെ ചെല്ലുകയും കൃഷ്ണൻ നായർ സാറ് ഈ സംവിധാനത്തിന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പെടലിക്ക് ഇതിട്ടിട്ടുണ്ട് വളരെ സൈലൻ്റായിട്ട് പറഞ്ഞുകൊണ്ട് അധികം നേരം നിൽക്കില്ല. അത് അഷ്ടമുടി ഹിലാൽ നമ്മുടെ രാജൻ കുണ്ടറ പാട്ടെടുത്തുനിന്ന് രാജൻ കുണ്ടറ സാറാണെന്ന് പാട്ടെഴുതി ഇവരെല്ലാവരും കൂടെ വന്നിട്ട് എല്ലാവരും കൂടെ ചേർന്നാണ് അത് സംവിധാനം ചെയ്യുന്നത്. പക്ഷേ നാടകം അതിഗംഭീര നാടകമായിരുന്നു. ഈ ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത വർഷത്തേക്ക് നാടകം പെരുമൺ മോനേന്ദ്രൻ സാറാണ് നാടകം എഴുതിയത്. എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമാണ്. VT അരവിന്ദാക്ഷമേനോൻ എന്ന് പറയുന്ന അന്നത്തെ സൂപ്പർ ഹിറ്റ് നടൻ സംവിധാനം ചെയ്യുന്നു. സാധാരണ സംവിധായകർക്കൊക്കെ അവർ പറയും എനിക്കൊരു കുപ്പി മേടിച്ച് വെച്ചേക്കണം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് പുള്ളിക്ക് നാഴിപ്പാല് കൊടുക്കണം വൈകുന്നേരം. ഞാൻ ചെല്ലുന്ന ദിവസങ്ങളിൽ വൈകുന്നേരം എനിക്കൊരു ഗ്ലാസ് പാല് അദ്ദേഹം എനിക്ക് തരും. ഋഷിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് പാല് തരും. വളരെ രസകരമായ ഒരു ക്യാമ്പായിരുന്നു. എനിക്ക് കൊല്ലത്തെ സത്യം പറഞ്ഞാൽ ഒരു കാലത്ത് തിരുവനന്തപുരത്തും കൊല്ലത്തും മിക്കവാറും എല്ലാ സമിതികളിലും എനിക്ക് വർക്കുണ്ടായിരുന്നുള്ളതാണ്. ഞാൻ വിവേകാനന്ദ ചേട്ടനുമാണ് അവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. കുറച്ച് സമിതികൾക്ക് മാത്രം, യവന അതുപോലെയൊക്കെയുള്ള സമിതികൾക്ക് മാത്രമാണ് രായപ്പൻ ചേട്ടന് വർക്കുള്ളത്. ഈ കണ്ണൂർ രായമാഷ് ഒരിക്കൽ തിരുവനന്തപുരത്ത് ചെന്നു നാടക സമിതികളിലൊക്കെ ലോഡ്ജിലേക്ക് കയറി ഇങ്ങനെ എല്ലായിടത്തും സംഗീതം അലപ്രിഷിയേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി കൊല്ലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു സമിതിയിലും കയറുമ്പോഴും അവിടെയൊക്കെ ഇങ്ങനെ അലപ്രിഷിയേഷൻ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി കൊച്ചിയിൽ വന്നു കഴിഞ്ഞപ്പോൾ സംഘമിത്ര സതീഷ് ചേട്ടനോട് ചോദിച്ചു, ഈ ഋഷികേശ് എല്ലാം എവിടെ ചെന്നാലും അയാളുടെ പേരിങ്ങനെ കാണുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഉണ്ട്, അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കലാഭവനിൽ റെക്കോർഡിങ് കഴിഞ്ഞ് വരുമ്പം ഇറങ്ങാൻ പോകുമ്പോൾ പ്രദീപ് റോയ് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു കണ്ണൂർ രായമാഷ് കാണാൻ വന്നിരിക്കുന്നു പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ലോട്ടറി അടിച്ച പോലെയാണ്. കണ്ണൂർ രായമാഷയുടെയൊക്കെ എന്ന് പറഞ്ഞാൽ സംഗീത സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരാളാണ് കണ്ണൂർ രായമാഷ്. അത്രയും മനോഹരമായ പാട്ടുകൾ ഉണ്ടാക്കുന്ന ആളാണ്. ഞാൻ പെട്ടെന്ന് വേഗം ഒരു ഓട്ടോറിക്ഷ എടുത്ത് അവിടെ ചെന്നു. അപ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് റൂമിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ഇങ്ങനെ ലോഡ്ജുകളിൽ ചെല്ലുമ്പോൾ നാടക സമിതികളിൽ മുഴുവൻ തൻ്റെ പേര് കണ്ടു. അപ്പോൾ തന്നെ ഒന്ന് പരിചയപ്പെടണമെന്ന് വെച്ച് ഇവിടെ വന്നപ്പോൾ സതീഷ് സംഘമിത്ര പറഞ്ഞു ഇവിടെ ഉണ്ടാകും, ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. എന്തായാലും ഈ പ്രദീപ് റോയിയെ കണ്ടതുകൊണ്ട് തന്നെ കാണാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. ഞങ്ങളാണ് ഒരു 1-1.5 മണി വരെ രാത്രി ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. മദ്രാസിൽ വെച്ച് അദ്ദേഹം സിനിമ സംവിധാനം ചെയ്ത് അത് ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ പുള്ളിയുടെ ഇത് മാറ്റി അദ്ദേഹത്തിനെ മാറ്റിയിട്ട് വേറൊരാളെ വെച്ച് സംവിധാനം ചെയ്യിച്ച കഥയൊക്കെ പറഞ്ഞു. വളരെ വിഷമത്തോടെ ഇതൊക്കെ പറഞ്ഞു പിരിയേണ്ടതായിട്ട് വന്നു. എനിക്ക് ഒരു സംഗീത സംവിധായകനായിട്ട് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം അർജുന മാഷാണ്. അർജുന മാഷുമായിട്ടാണ് ഞാൻ കൂടുതൽ അടുപ്പം. ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് വർക്കുകൾ നാടകത്തിന് പുള്ളി പാട്ട് ചെയ്തു തരും, ബാക്കിയെല്ലാം വർക്കുകൾ ഞാൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
ഞാൻ എനിക്ക് എന്താ പറയേണ്ടത്, രാവിലെ ഇപ്പോൾ ഞാൻ ഞാൻ ഷർട്ട് എടുത്ത് പെട്ടെന്ന് ഷർട്ട് എടുത്ത് മുണ്ടും എടുത്ത് കൊടുക്കുമ്പോൾ വൈഫ് ചോദിക്കും എവിടെ പോകാനാ, അർജുന മാഷ് വിളിച്ചോ എന്ന് ചോദിക്കും. കാരണം അർജുന മാഷ് വിളിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഒരുങ്ങി പോകുന്നത്. ഞാൻ പെട്ടെന്ന് ഒരുങ്ങി അവിടെ ചെന്നാൽ രാവിലെ തൊട്ട് വൈകുന്നവരെ ഞങ്ങൾ ഒരുമിച്ചിരിക്കും. അത് സത്യം പറഞ്ഞാൽ രാഗങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ നാടകരംഗത്തുള്ള അനുഭവങ്ങൾ പറയാറുണ്ട്, സിനിമാ രംഗത്ത് പോയിട്ടുള്ള അനുഭവം പറയാറുണ്ട്. കാളിദാസകലാകേന്ദ്രത്തിലെ അവസാനം പുള്ളി കാളിദാസകലാകേന്ദ്രത്തിലെ ഈ അർജുന മാഷ് എവിടെ ചെന്നാലും ബാത്റൂമൊക്കെ അദ്ദേഹം തന്നെ കഴുകും. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ്. ബാത്റൂമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടേ പുള്ളി അവിടെ താമസിക്കുകയുള്ളൂ. അപ്പോൾ കാളിദാസകലാകേന്ദ്രത്തിൽ അദ്ദേഹം ചെല്ലുന്നു, ബാത്റൂം എല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് പുള്ളി റൂമിൽ വന്നപ്പോൾ ആണ് അറിയുന്നത് അദ്ദേഹമല്ല സംഗീതം ചെയ്യുന്ന മറ്റൊരാൾ അവർ വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് വളരെ വിഷമത്തോടെയാണ്, സങ്കടത്തോടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്രയും വർഷം അവിടെ ചെയ്തിട്ട് ഞാൻ ചെന്നപ്പോൾ അവിടെ മറ്റൊരാളാണ് സംഗീതം എന്ന് പറഞ്ഞു മക്കളെ, ഞാൻ വളരെ വിഷമത്തോടെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. അർജുന മാഷ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് നാടകം രചന സുന്ദരൻ കല്ലായി, ഗാനങ്ങൾ എ.പി. ഗോപാലൻ, പൂച്ചാക്കൽ ഷാഹുൽ, സംഗീതം എം കെ അർജുനൻ, കുമരൻ രായപ്പൻ, രംഗപടം ആർട്ടിസ്റ്റ് കേശവൻ സുജാതൻ. ഇതില്ലാത്തൊരു നാടകമില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങളൊക്കെ വന്നതിന് ശേഷം കുറേ രായപ്പൻ ചേട്ടൻ്റെയൊക്കെ വർക്കുകൾ കുറയുകയും, അത് ഇപ്പോൾ എനിക്ക് വർക്ക് കുറവാണ്. ഇപ്പോൾ പുതിയ സംഗീത സംവിധായകരൊക്കെ വന്നപ്പോൾ എനിക്കും വർക്ക് കുറഞ്ഞിട്ടുണ്ട്. അത് കാലത്തിൻ്റെ ആവശ്യമാണ്. പുതിയ രീതികൾ വരണമല്ലോ. അപ്പോൾ പുതിയ ആളുകൾ വരുന്നുണ്ട്, പുതിയ രീതിയിലേക്ക് നാടകം മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനിവാര്യതയാണ് അതിന് കാണിക്കുന്നത്. പണ്ടൊക്കെ ഞങ്ങളുടെ ഇവിടെ ഓണക്കളി നടക്കുന്ന നമ്മുടെ വീട്ടിലാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന പുരയിടത്തിൽ അന്ന് വെളിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെ 2 തെങ്ങിൽ കയറ് കെട്ടി ആലാത്തെന്ന് പറയും, ഇവിടെ ഊഞ്ഞാല്, വലിയ ഊഞ്ഞാല് ആലാത്തുണ്ടാക്കിയിട്ട് ഊഞ്ഞാലിൽ ആടുക, സ്ത്രീകളെല്ലാം കൂടെ വട്ടം കൂടി ഇത് വട്ടക്കളി കളിക്കുക, അത് കുടമൂത്ത്, തുമ്പി തുള്ളൽ, അങ്ങനെ രസകരമായ ഒരുപാട് പരിപാടികൾ ഓണക്കളിക്ക് ആ കാലഘട്ടത്തിലുണ്ട്. അന്ന് ഇങ്ങനെ ഊഞ്ഞാലിൽ ആടി പാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പാടി ഇറങ്ങിയപ്പോൾ എന്നെ ഒരാൾ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എടോ ഇയാൾ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, ഇയാൾ ഇതിലൊക്കെ പുറത്തൊക്കെ പോയി പാടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നാടകങ്ങൾക്കൊക്കെ സംഗീതം ചെയ്യുന്നതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ പേര് മുഹമ്മദ് മണി, ഞാൻ ഈ ബാലയ്ക്കൊക്കെ സംഗീതം ചെയ്യുന്ന ഒരാളാണ്, തന്നെ എനിക്ക് ഇഷ്ടം, ഏതാണ് വീട്? അപ്പം ഞാനിങ്ങനെ വൈക്കത്തുറമ്പിൽ രവിയണ്ണൻ്റെ മകനാണെന്നു. അപ്പോൾ അച്ഛനെ എല്ലാവരും രവിയണ്ണാന്നാണ് വിളിക്കുന്നത്. രവിയണ്ണൻ്റെ മകനാന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഹാർമോണിയം ഉണ്ട് മണിയാശൻ്റെ വീട്ടിൽ. അന്ന് ഈ ഹാർമോണിയം നമ്മൾ എന്താണ് അതിന് പ്രാർത്ഥനയോടെ കാണുന്നൊരു സാധനമാണ് ഹാർമോണിയം. അത് എനിക്കില്ല, ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ സംഗീതം പഠിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ സംഗീതം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സംഗീതം പഠിക്കാതെയാണ് ഞാൻ സംഗീത സംവിധാനാകുന്നത്. എനിക്കിതൊക്കെ പഠിച്ചുകൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് ഇതിനൊന്നും സമയം കിട്ടില്ല. അച്ഛൻ അനുഭവിക്കില്ല, താനൊരു പണി തന്നെ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മണിയാശൻ്റെ കൂടെ അങ്ങനെയാണ്, അങ്ങനെ പഠിക്കാനായിട്ട് കൂടി സംഗീതം പഠിച്ചു. എന്നെ അദ്ദേഹം കൂടുതൽ ഈ ഗത്താണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു 10-200 രാഗങ്ങളിലുള്ള ഗത്ത്. അത് എനിക്ക് തോന്നുന്നു അത്രയും ഗത്തുകൾ അറിയാവുന്ന ആലപ്പുഴയിൽ ഏതോ ഒരു ആളുണ്ടെന്നുള്ള കഴിഞ്ഞാൽ കേരളത്തിൽ അത്രയും ഹിന്ദുസ്ഥാനി അറിയാവുന്ന ഒരാളെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് ഗത്ത് പഠിക്കുകയും അതോടൊപ്പം എന്നോട് ചോദിച്ചു ഒരു ബാലയ്ക്ക് പാടാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ബാലയ്ക്ക് അപ്പോൾ ഒന്നിനും കുഴപ്പമില്ല, പഠിക്കുക, എന്തായാലും നടക്കില്ല, പരിപാടി നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഏലൂരുള്ളൊരു വാണി നൃത്തസംഘം എന്ന് പറയുന്നൊരു സമിതിയിൽ ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ രസകരമായൊരു സംഭവം എന്ന് പറയുന്നത്, നെച്ചൂരെന്ന് പറയുന്ന പിറവം നെച്ചൂരെന്ന് പറയുന്നൊരു സ്ഥലത്ത് ബാലെ കമ്പോസ് ചെയ്യാനായിട്ട് ഞാനും മണിയാശാനും കൂടെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ആശാനെ മറ്റന്നാൾ ചിങ്ങമെന്നാണ്, അപ്പോൾ നമ്മൾ നാളെയെങ്കിലും ഇവിടുന്ന് പോയില്ലെങ്കിൽ ചിങ്ങമൊന്നിന് വീട്ടിൽ ചെല്ലെങ്കിൽ അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കും. അപ്പോൾ അത് കലയൊന്നും അവർക്ക് അന്നേരം പ്രശ്നമാവില്ല. അപ്പോൾ നമുക്ക് നാളെ പോകാമെന്ന് പറഞ്ഞു. പോകാനായിട്ട് ഒരുങ്ങി 1000 രൂപ എൻ്റെ കയ്യിലും തന്നു, 1000 രൂപ മണിയാശൻ്റെയിലും കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതുമായിട്ട് ഇറങ്ങി. കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ പുള്ളി പറഞ്ഞാൽ എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മൂത്രം ഒഴിക്കാനായിട്ട് നമുക്ക് അന്ന് എറണാകുളത്ത് പോയിട്ട് വേണം വരാൻ. അപ്പോൾ എനിക്കിവിടെ ഇറങ്ങി പറ്റുള്ളൂ എന്ന്. അപ്പോൾ അവിടെ ഇറങ്ങി എന്തിനാ,
പുള്ളിക്കൊരു സ്മോൾ കഴിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ആശാനെ ഇത് ശരിയാകത്ത, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പൈസ ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞ് ഞാൻ പൈസ കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞു എടാ അതേ നമുക്ക് ഇത് കളമശ്ശേരി ഏലൂര് പോയിട്ട് വേണം പോകാൻ. അപ്പോൾ അവിടുത്തെ ഈ ബാല ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന ബാല ട്രൂപ്പിൽ പോകണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് പുള്ളി ഓരോരുത്തരെ വിളിക്കുന്നു, ബാറിലേക്ക് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. അപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും. എൻ്റെ ഇരിക്കുന്ന കാശ് മുഴുവൻ തീർന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി 8 മണിയായപ്പോൾ എറണാകുളം സ്റ്റാൻഡിൽ വന്നു. സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞപ്പോൾ മണിയാശൻ ഞാൻ പറഞ്ഞു ആശാനെ ടിക്കറ്റ് എടുത്തോളാം, എൻ്റെ കയ്യിൽ ഇനി 8 രൂപയുള്ളൂ. എടാ എൻ്റെ കയ്യിൽ 6 രൂപയുള്ളൂ. അപ്പോൾ രണ്ടുപേരുടെ കയ്യിലും കൂടെ 14 രൂപയുള്ളൂ. അപ്പോൾ വിഷമിച്ച് ദൈവമേ കുഴഞ്ഞല്ല ഇനി എന്ത് ചെയ്യും. അപ്പോൾ ഒരു ഓർഡിനറി ബസ് ചേർത്തല പിടിച്ചു. അപ്പോൾ കണ്ടക്ടറോട് ചെന്ന് ഞാൻ ചോദിച്ചു സാറേ 7 രൂപ ടിക്കറ്റ് എവിടെയാന്ന് ചോദിച്ചു. അപ്പോൾ കാർത്താനി ബാർ നിൽക്കുന്ന ഒറ്റപ്പുല്ല ജംഗ്ഷനാണ്, അവിടെ ഇറങ്ങാം. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി. സത്യത്തിൽ അവിടെ ഇറങ്ങാൻ നേരത്ത് മാടകൽ കരുണ മാഷ് ചോദിച്ചു എന്താ എവിടെ ഇറങ്ങുന്നത്, ഇവിടെ ഒരാളെ കാണാണെന്ന് പറഞ്ഞു. നോടേം പറഞ്ഞ് അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് രാത്രി വീട് വരെ നടന്നു. രാത്രി അവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ നടന്ന് വീട്ടിൽ വന്നു. വീട്ടിൽ പുള്ളി മണിയാശാൻ വീട്ടിൽ പോകാതെ എൻ്റെ കൂടെ ചാവടിയിൽ കിടന്ന് ഉറങ്ങി. രാവിലെ എഴുതി നോക്കുമ്പോൾ ആശാനില്ല. അപ്പം എനിക്ക് തൈവളിയിൽ ലക്ഷ്മി ചേച്ചി 25 രൂപ കൈനീട്ടം തരും 1-ാം തീയതി. അപ്പോൾ ചേച്ചി വിളിക്കാൻ വേണ്ടി ഞാൻ പുതച്ചും കൂടി കിടന്നു. അപ്പോൾ അമ്മ പറയണ നിന്നെ ലക്ഷ്മി ചേച്ചി വിളിക്കുന്നു പറഞ്ഞു. ഓടി ചെന്ന് കുളത്തിൽ ചാടി നേരെ ഓടി ലക്ഷ്മി ചേച്ചിക്ക് ചെന്ന് 25 രൂപ മേടിച്ചു. അപ്പോൾ ഞാൻ ഓർത്തിടാം മണിയാശനൊത്ത് 1 രൂപയിൽ എൻ്റെ വീട്ടിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ പെങ്ങൾ ആശയ്ക്ക് ഒരു 5 രൂപ കൊടുത്തു. ബാക്കി 20 രൂപയായിട്ട് നേരെ മണിയാശൻ്റെ വീട്ടിൽ പോകുന്നു. ആശാൻ്റെ അമ്മയ്ക്ക് 5 രൂപ, ഈ മക്കൾക്ക് 2 പേർക്കും 5 രൂപ കൊടുത്തിട്ട് 5 രൂപ ഞാൻ പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ മണിയാശാനും ഭാര്യയും കൂടെ കൊട്ട നിറയെ സാധനമൊക്കെ മേടിച്ച് മുഖമേന്ന് ഇങ്ങോട്ട് വരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ദൈവമേ ഈ പുള്ളിയാണല്ലോ എന്നെ തലേ ദിവസം ഇത്രയും 15 കിലോമീറ്റർ നടത്തി ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ ആശാൻ നമ്മളെ ചതിവാണല്ലോ കാണിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് നമുക്കൊന്ന് ഒരു സ്ഥലം വരെ പോകാനുള്ളതെന്ന് പറഞ്ഞ് ഞങ്ങൾ സൈക്കിൾ എടുത്ത് കാട്ടൂർ പുള്ളിയുടെ ഒരു വീട്ടിൽ പോയി. അവിടെ നിന്ന് ഞാൻ ചോദിച്ചു ആശാൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്, ഇന്നലെ ഇത്രയും കാശ് കൈ വെച്ചുകൊണ്ട് ആശാൻ എന്നെ ഇത്രയും 15 കിലോമീറ്റർ നടത്തിയില്ലേ. അന്നേരം ആശാൻ പറയേ നീ അവിടെ കാതിട്ട് നോക്കിയില്ലേന്ന്. ആശാൻ്റെ ഭാര്യയുടെ രാവിലെ ചിങ്ങം 1-ാം തീയതിയായിട്ട് ആശാൻ്റെ ഭാര്യയുടെ കാതിലെ കമ്മലൂരി പണയം വെച്ചാണ് ഈ സാധനം പഠിച്ചിട്ട് വന്നിട്ടുള്ളത്. മണിയാശനെ സംബന്ധിച്ചോളം കയ്യിൽ കാശിരുന്നാൽ ചിലവാക്കാൻ ഒരു മടിയില്ല. അത് അന്ന് റെക്കോർഡിംഗ് അല്ല, ഈ ഒരു കമ്പോസിങ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ അവിടുന്ന് ഒരു 5000 രൂപ, അന്ന് 5000 എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ്. ഈ 5000 രൂപയൊക്കെ കൈ കിട്ടിയാൽ വീട്ടിൽ വരുമ്പോൾ 1000 രൂപയിലും കാണുകയില്ല. പുള്ളി സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ട എല്ലാം മേടിച്ചു കൊടുത്ത് അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു. അയാളൊക്കെയാണ് എനിക്ക് സൺബ്രൈറ്റ് എന്ന് പറയുന്ന ഒരു ആശാനെ കിട്ടുന്നത്. ഞാനൊരു നാടക സമിതിയിൽ ചെന്നപ്പോൾ അവിടെ ഫ്ലൂട്ട് വായിക്കാൻ വന്നതാണ് പൊന്നപ്പൻ ചേട്ടൻ പുത്തനങ്ങാടിയിലാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ കുറച്ച് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെല്ലും. ഈ സൺബ്രൈറ്റ് ആശാൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ രാവിലെ 6-6:30 ചെല്ലണം. അപ്പോൾ ചെല്ലുമ്പോൾ ചേച്ചി എനിക്കൊരു ചായ കൊണ്ട് തരും, അദ്ദേഹത്തിൻ്റെ വൈഫ്. ചായയൊക്കെ കുടിച്ച് ക്ലാസ് കഴിഞ്ഞാൽ ഇഡലി കഴിപ്പിക്കാതെ അവിടുന്ന് ചേച്ചി വിടത്തില്ല. ഭയങ്കര ആത്മബന്ധമാണ് അവർക്ക്. ഈ മക്കളെപ്പോലെയാണ് കുട്ടികളെ, അവിടെ പഠിക്കാൻ ചെന്ന കുട്ടികളെ മക്കളെപ്പോലെയാണ് കാണുന്നത്. അത്രയും ആത്മബന്ധമാണ് അവിടെ പിള്ളേരോടൊക്കെ. അപ്പോൾ ഞങ്ങളെ വിളിച്ചു, ചായയൊക്കെ മേടിച്ചു തന്നു, ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെ ഞാൻ അദ്ദേഹത്തെ ഞാൻ സംഗീതം ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഫ്ലൂട്ട് വായിക്കാൻ വിളിക്കുകയും ഒടുവിൽ എനിക്ക് തോന്നുന്നു രംഗരമ എന്ന് പറഞ്ഞ് പുത്തനമ്പലത്തിൻ്റെ അവിടെ ഒരു നാടക സമിതി തുടങ്ങിയപ്പോൾ അവിടെ ടേപ്പ് മ്യൂസിക് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായി. ആ സമയത്ത് ഓർക്കസ്ട്ര എല്ലാം കുറഞ്ഞു. ഓർക്കസ്ട്ര ഇല്ലാത്തൊരവസ്ഥ, നാടകങ്ങൾക്കൊന്നും ഓർക്കസ്ട്ര ഇല്ല. അപ്പോൾ ഇതെല്ലാം റെക്കോർഡിംഗ് ആയപ്പോൾ അന്ന് പുള്ളി പറഞ്ഞു എനിക്ക് എന്തായാലും എൻ്റെ കൂടെ പോകണം. അങ്ങനെ പുള്ളിയാണ് വന്നത് സൗണ്ട് ഇത് ചെയ്ത്. ഞാൻ ഈ തിരുവനന്തപുരത്താണ് സത്യത്തിൽ കേരളത്തിലെ നാടകങ്ങൾ കൂടുതൽ. ഈ 1500 അധികം നാടകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നാടകം ചെയ്യാൻ അവസരമുണ്ട് തിരുവനന്തപുരത്താണ്. പണ്ട് തിരുവനന്തപുരത്ത് ചെന്നാൽ ഒന്നെങ്കിൽ പരമേശ്വരൻ കുര്യാതൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ ആറന്മുള പൊന്നമ്മയുടെ വീട്ടിൽ രാമേന്ദ്രനോട്ടുള്ള ബന്ധം വെച്ച അവരുടെ ചെറിയൊരു ചാർത്ത് പോലെ ഉണ്ട്. അതിനകത്ത് ഞാനും രാമേന്ദ്രനുമായി കിടക്കും. അത് നല്ല ഭക്ഷണമൊക്കെ കിട്ടും. അവിടെ രസകരമായിരുന്നു. എനിക്കവിടെ ഞാനും രാമേന്ദ്രനോട്ടുള്ള ബന്ധം നല്ല ആത്മബന്ധമായിരുന്നു. ഒരു രസകരമായൊരു സംഭവമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി രാമേന്ദ്രൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ വന്നു. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞ് അങ്ങനെയായിരുന്നു. വൈകുന്നേരം ഒരു 7 മണിയായപ്പോൾ ഏത് പാടത്തിൻ്റെ വരമ്പത്തും ഇരിക്കും നാരായണ ഗുരു നാണു അതൊക്കെ പറഞ്ഞിട്ട് ഇവർ ശ്രീനാരായണ ഗുരുവിനെ കളിയാക്കിക്കൊണ്ട് ഇവർ കുറച്ച് പേര് ചേർന്ന് പാട്ടുപാടി കയ്യോടിച്ചൊക്കെ പാട്ടുപാടിയപ്പോൾ പെട്ടെന്ന് പൊന്നമാമ എന്ന് പറഞ്ഞു, നിർത്തലാന്ന് പറഞ്ഞു. നിർത്ത്, എന്താ നിങ്ങളിങ്ങനെ തുടങ്ങുന്നത്?
ശ്രീനാരായണ ഗുരു ആരാന്ന് വിചാരിച്ചു? നവോത്ഥാന നായകനാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല അദ്ദേഹം. അദ്ദേഹം ആരാണെന്ന്, അദ്ദേഹത്തിൻ്റെ മഹത്വം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങളിങ്ങനെ പാടാൻ. ഇത് മേലിൽ ഇവിടെ വെച്ച് എൻ്റെ വീട്ടിൽ വെച്ച് ഒരിക്കലും അങ്ങനെ പാടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഓർത്തഡോക്സ് ഫാമിലിയിൽപ്പെട്ട ആറന്മുള പൊന്നമാമ സമ്മതിച്ചില്ല എൻ്റെ വീട്ടിൽ വെച്ച് അങ്ങനെ ഒരു പാട്ട് പാടാൻ. എന്നോട് വെച്ച് എന്താ റഷീദ് പാടാത്തത്? ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പാടാറില്ല. അങ്ങനെ പാടരുത്, അത് തെറ്റാണ്. അപ്പോൾ എത്രയോ മഹത്വമായി ചിന്തിക്കുന്ന ഒരാളായിരുന്നു ആറന്മുള പൊന്നമാമ. അവരുടെ വീട്ടിൽ പോയി താമസിക്കാനോ അവരുമായിട്ട് കൂടാനോ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനും രാജൻ ബി ദേവുമായി ആദ്യമായി തിരുവനന്തപുരത്ത് നാടകം വർക്ക് ചെയ്യാനായിട്ട് പോകുന്ന വളരെ രസകരമായൊരു സംഭവമാണ്. രാജൻ ബി ദേവിൻ്റെ വിവാഹം കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഭാര്യയെ കൂടെ കൊണ്ടുപോകാമെന്ന് രാജൻ ബി ദേവ് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ശാന്തമ്മയും ഞാനും രാജൻ ബി ദേവുമായിട്ട് ആലപ്പുഴയിൽ വന്നു. ആലപ്പുഴയിൽ നിന്നൊരു ബസ്സിൽ കയറുന്നു. അന്ന് ഇതുപോലെ സൂപ്പർ ഫാസ്റ്റുകളൊന്നുമില്ല, സാധാരണ ഫാസ്റ്റാണ്. പിന്നെ ഉള്ളത് എക്സ്പ്രസ്സാണ്, പച്ച ബസ്സാണ്. ഞാൻ കിട്ടിയത് സാധാരണ ഫാസ്റ്റാണ്. രാജൻ ബി ദേവ് കിട്ടിയ പാടെ അവൻ വണ്ടിയിൽ ഇടിച്ചാൻ കയറി ഫ്രണ്ടിലങ്ങ് പോയി. ബാക്ക് സീറ്റിൽ ഞാനും ശാന്തമ്മ. അത് ഈ ഫുട്ബോളിൻ്റെ തൊട്ട് പുറകിലാണ് ശാന്തമ്മ ഇരിക്കുന്നത്. കഴുത്ത് നിറയെ സ്വർണം. ഈ രാജൻ ബി ദേവ് ഇതിനെപ്പറ്റി യാതൊരു ചിന്തയില്ല. അവൻ ഫ്രണ്ടിലോട്ട് പോയി. എനിക്കാണെങ്കിൽ പേടി കൊണ്ട് വയ്യ. ദൈവമേ, ഇതിനെ ആരെങ്കിലും വലിച്ചു പറിച്ചിട്ട് ഓടിയാൽ എന്ത് ചെയ്യും? അങ്ങനെ ആ പേടിച്ച് പറിച്ച് ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പണി ശാന്തമ്മ ആ സാരി എടുത്തൊന്ന് മൂടി ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ശാന്തമ്മ സാരി എടുത്തിട്ട് മൂടി. ഏകദേശം കായംകുളം കൊല്ലം ആയപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ സീറ്റ് കിട്ടി. ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് അവിടെ ചെന്ന് ലോഡ്ജിൽ, ഉടുപ്പി ലോഡ്ജിലാണ് താമസിക്കുന്നത്. ഇവർക്കൊരു റൂം, എനിക്കൊരു റൂം തന്നു. പിറ്റേ ദിവസം തൊട്ട് വർക്ക് തുടങ്ങുന്നു. കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല നടീനടന്മാരെ വെച്ച് രാജൻ ബി ദേവ് വർക്ക് ചെയ്യുന്നു. അന്ന് പൂജപ്പുര രഞ്ജൻ എന്ന് പറയുന്നത് പൂജപ്പുര കൃഷ്ണനായരുടെ മകൻ, ആ കാലത്തെ വലിയ അറിയപ്പെടുന്ന നടനായിരുന്നു. അയാൾ ഞാനായിട്ട് ഇവിടെ വെച്ചുള്ള പരിചയം വെച്ച് ഒരു ദിവസം എന്നെ അവിടെ കാണാൻ വേണ്ടി വന്നു. രാജൻ ബി ദേവും ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു. അങ്ങനെയാണ് രാജൻ ബി ദേവ് പരമേശ്വരൻ കുര്യത്തെ കൊണ്ടുവരുന്നു. അങ്ങനെ ആ നാടകം സൂപ്പർ ഹിറ്റായി, ടാർഗറ്റ്. അവിടെയാണ് എൻ്റെ നാടക ജീവിതത്തിൻ്റെ, പ്രൊഫഷണൽ നാടകത്തിൻ്റെ യഥാർത്ഥത്തിൽ തുടങ്ങുന്ന അവിടെയാണ്. ശരിക്കും അതിന് തിരുവനന്തപുരത്ത് എനിക്ക് കൂടുതൽ വർക്ക് വരുന്നതും തിരുവനന്തപുരത്ത് ഇത്രയും സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതൊക്കെ ആ ഒരു ഇതിലാണ്. ഈ പരമേശ്വരൻ കുര്യാത്തിയായിട്ട് ഞാൻ ഇപ്പോഴും എനിക്ക് രസകരമായൊരു സംഭവം. പരമേശ്വരൻ കുര്യാത്തി എന്നെ ISROയുടെ നാടകം വർക്ക് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോയി. ISROയുടെ നാടകം എന്ന് പറയുന്നത് ISROയുടെ ഈ ജീവനക്കാർ തമ്മിലുള്ള മത്സരമുണ്ട്. അപ്പോൾ അതിൽ പരമേശ്വരൻ കുര്യാത്തി എഴുതി സംവിധാനം ചെയ്യുന്നൊരു നാടകത്തിൽ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ക്വാർട്ടേഴ്സിലാണ് റിഹേഴ്സൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ സാറിപ്പോൾ വരും, സാറ് വരുമ്പം ഒന്ന് എഴുന്നേറ്റിരിക്കണം, അത് പുള്ളി ഞങ്ങൾ അത്രയും ബഹുമാനിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അദ്ദേഹം വന്നോട്ടെ, അതിനെന്താ കുഴപ്പമില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാനെടുത്ത് പാട്ട് കമ്പോസ് ചെയ്യാൻ തുടങ്ങി. ഒരു പാട്ട് കമ്പോസ് ചെയ്ത് അവിടുത്തെ ഗായകനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് എനിക്കേറെ പരിചയമുള്ള എൻ്റെ ക്ലാസ്സിലിരുന്ന് എന്നോടൊപ്പം പഠിച്ച് എൻ്റെ ഒരു സുഹൃത്ത് കയറി വരുന്നു. അപ്പോൾ എല്ലാവരും ഇവരെല്ലാം എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു വാടാ ഇരിക്കടാ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇതാണ് ഞങ്ങളുടെ സാറാന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞ്, അയാൾ പറഞ്ഞു എടോ ഇത് എൻ്റെ സുഹൃത്ത്, ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചാന്ന് പറഞ്ഞു. അതൊക്കെ ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ചില അനുഭവങ്ങളാണ്. തിരുവനന്തപുരത്ത് ഇങ്ങനെ നാടകത്തിൻ്റെ വർക്കുകളുമായിട്ട് നടക്കുന്ന സമയത്താണ് വില്യം ഡിക്രൂസ് എന്ന് പറയുന്ന മഹാ നടനെ പരിചയപ്പെടുന്നു. അന്ന് വൈക്കം മാളവികയുടെ നാടകത്തിൽ പുള്ളി കളിക്കുന്നുണ്ട്. അപ്പോൾ അംഗം എന്ന് പറയുന്ന നാടകത്തിൽ അദ്ദേഹം ഒരു വലിയ വേഷം ചെയ്യുന്നുണ്ട്. രാജൻ ബി ദേവിൻ്റെ അച്ഛൻ ദേവച്ചനും ആ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അന്ന് മാളവികയുടെ നാടകമുള്ളിടത്തൊക്കെ ഞാൻ രാജൻ ബി ദേവും കൂടെ പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അന്ന് ഈ ഗാനമേള നടത്തുന്നൊരു പതിവുണ്ട്. ഈ ഗാനമേള അന്ന് സൈഡിലിരുന്ന് ഓർക്കസ്ട്ര വായിക്കുകയാണല്ലോ. അപ്പോൾ വായിക്കുന്ന ഓർക്കസ്ട്രയെ വിളിച്ചിരുത്തിയിട്ട് ആദ്യം 1 മണിക്കൂറൊക്കെ ഗാനമേള നടത്തും. അന്ന് കൊച്ചിൻ വർഗീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം മരിച്ചുപോയി. കൊച്ചിൻ വർഗീസിൻ്റെ പാട്ട്, അത് കഴിഞ്ഞ് രാജൻ ബി ദേവ്, രാജൻ ബി ദേവ് അസലായിട്ട് പാടും. അപ്പം ഞങ്ങൾ 3 പേരും പാടുക. അന്ന് അവിടെ പാടിയിരുന്ന പെണ്ണും പാടും. അപ്പം ഞങ്ങൾ 4 പേര് ഏകദേശം 1.5 മണിക്കൂർ പാടും. അന്ന് അവിടെ വെച്ച് ഇങ്ങനെ വില്യം ഡിക്രൂസ് സാറായിട്ട് പരിചയപ്പെടുന്നു. അദ്ദേഹം വർക്ക് ചെയ്യുന്ന നവഭാവനയുടെ ഒരു നാടകത്തിലേക്ക് എന്നെ സംഗീതം ചെയ്യാനായിട്ട് വിളിക്കുന്നു. അപ്പോൾ സംഗീതം ചെയ്യാനായിട്ട് ഞാൻ അവിടെ ചെല്ലുന്നു. നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ ഇന്ന് ചെല്ലുന്നു. നാളെ രാവിലെ ഞാൻ കാണുന്നത് എന്നെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഫ്രാൻസിസ് വലപ്പാട് എന്ന് പറയുന്ന മഹാനായ ഒരു സംഗീത സംവിധായകൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ അവിടെ വരുന്നു. അപ്പോൾ ഒരു നടൻ വന്നിട്ട് പറഞ്ഞു, ഈ പ്രാവശ്യം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഫ്രാൻസിസ് വലപ്പാടാണ്. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? എന്നെ വിളിച്ച് ഡിക്രൂ സാറാണ്. ഞാൻ ഡിക്രൂ സാറിനോട് ചോദിച്ചിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഫ്രാൻസിസ് ചേട്ടൻ എന്നെ കണ്ട ഉടനെ പറഞ്ഞു, ഈ ഋഷി ഉണ്ട് ഇവിടെ. ഋഷി ഉണ്ടെങ്കിൽ ഋഷി നീ ചെയ്താൽ മതി, ഞാൻ പോകുന്നു. ഞാനിവിടെ ഇങ്ങനെ വന്നപ്പോൾ എന്നെ വിളിച്ചു, ഞാനിങ്ങനെ വന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പോകണ്ട, എന്തായാലും ഇപ്പോൾ ഡിക്രൂ സാർ വരുമെന്ന് പറഞ്ഞു. ഉടനെ ഇവിടുത്തെ ഒരു നടൻ ഡിക്രൂ സാറിനെ വിളിച്ച് ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ ഋഷിയുണ്ട് ഫ്രാൻസിസ് ഉണ്ട്, ഇവിടെ 2 മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വിളിച്ചിരിക്കുന്ന ഋഷികേശിനെയാണ്, എനിക്ക് ആലപ്പുഴ ഋഷികേശിന് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു പണിയാം, സംഗീതം ഫ്രാൻസിസ് ചേട്ടനും പശ്ചാത്തല സംഗീതം ഞാനും ഉണ്ടാക്കാം, അല്ലെങ്കിൽ തിരിച്ച് ഞാൻ സംഗീതം ചെയ്യാം, പശ്ചാത്തല സംഗീതം ഫ്രാൻസിസ് ചേട്ടൻ ചേട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡിക്രൂ സാർ എത്തി. ഡിക്രൂ സാറിനെ കണ്ട ഉടനെ ഇവർ തമ്മിൽ ക്ഷയിക്കാൻ കൊടുക്കുന്നു. അപ്പോൾ ഫ്രാൻസിസ് ചേട്ടൻ പറഞ്ഞില്ല, ഇല്ല, ഋഷിയെ വിളിച്ചു കൊടുത്തിരിക്കുന്നത് സംഗീതം ചെയ്യാനാണ്, അതുകൊണ്ട് അയാൾ തന്നെ സംഗീതം ചെയ്യട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ അതിൽ സംഗീതം ചെയ്യിച്ചു. അപ്പോൾ അങ്ങോട്ട് ഞാൻ ഈ സംഗീതം ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഞാൻ അന്ന് കാവ്യ മുണ്ടും കാവ്യ ജുബായുമാണ് അന്ന് എൻ്റെ വേഷം. ഒരു സഞ്ചിയും കാണും. അപ്പോൾ താടിയൊക്കെ ഉണ്ട്, അധികം തടിയും, അന്ന് എനിക്ക് അധികം തടിയൊന്നുമില്ല. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഞാൻ ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് ബസ് കയറാനായിട്ട് ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആദ്യം പെൺകുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുറേ കുട്ടികളെല്ലാം കൂടെ ഓടി വന്ന് വണ്ടിയിലോട്ട് കയറുന്നു, ഞാനും കയറുന്നു. അവരെൻ്റെ കുറച്ച് പേര് എൻ്റെ ഫ്രണ്ട് സീറ്റിലുമായി, കുറച്ച് പേര് എൻ്റെ ബാക്ക് സീറ്റിലുമായി, കുറച്ച് പേര് 2 പേര് എൻ്റെ സൈഡിൽ വന്നു. അപ്പോൾ ഇവിടെ നിന്ന് വിടാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, ഇത് സ്വാമിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ആകെ ഇവർ എന്നെ വല്ലാതിട്ട് വിഷമിപ്പിക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് ചില തലക്കിട്ട് നോണ്ടും, ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പുറത്തിട്ട് നോണ്ടും. അപ്പോൾ ഇവർ പെൺകുട്ടികളല്ല, അപ്പോൾ അവർ രസത്തിന് ചെയ്യുന്നതാണ്. ഒരു വിധത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് വരെ ചെന്നു. തിരുവനന്തപുരത്ത് ചെന്ന് ഞാൻ നേരെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ കോട്ടയിലാണ് ഞങ്ങൾ റിഹേഴ്സൽ ഇടുന്നത്. ഞാൻ ആ കോട്ടയിൽ ചെന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ എൻ്റെ ജുബ്ബ വലിച്ചു കീറി, അത് ഇതിനകത്ത് ഉണ്ടായിരുന്ന പോലും പിന്നിട്ടില്ല. അപ്പം തന്നെ ഡിക്രൂ സാറിനെ പറഞ്ഞു, സാറേ എനിക്ക് ഷർട്ട് വേണമെന്ന് പറഞ്ഞു. സാറ് പോയി നല്ല ഷർട്ടും മുണ്ടുമൊക്കെ മേടിച്ചു. അതിനുശേഷമാണ് ഞാൻ ഈ സാധാരണ ഡ്രസ്സിലേക്ക് വന്നത്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു സംഭവമാണ്. ഉത്രാടസന്ധ്യ എന്ന് പറയുന്ന നാടകം. 5 ചെറുപ്പക്കാരും 3 സ്ത്രീകളുണ്ട്. അവിടെ ഒരു ലോഡ്ജിൽ താമസിക്കുന്നു. അവിടെ പാല് കൊണ്ടുവരുന്നതും അവിടെ വരുന്ന ഒരു കവിയും, അങ്ങനെ ഒരു പ്രത്യേക ആ കാലഘട്ടത്തിൽ ഒരു നല്ല പ്രത്യേകത ഉള്ളൊരു നാടകമായിരുന്നത്. ഈ നാടകം എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഒരു 10-200 നാടകം കളിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കളിയാണ്. അപ്പോൾ 10-200 നാടകം കളിക്കാൻ അവസരമുണ്ടായി. ഇത് കളിക്കാനായിട്ട് കുത്തിയതോട് ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി. കാരണം അതിനകത്ത് അഭിനയിക്കുന്ന ഒരു നടൻ പോലീസുകാരനാണ്. അപ്പോൾ ഈ പോലീസുകാരൻ വേണു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അന്ന് കണിച്ചിലങ്ങര അമ്പലത്തിൽ ഉത്സവം ശിവരാത്രിയാണ്. ശിവരാത്രിക്ക് 10 മണിക്ക് ഒരു കളിയാണ്. സാധാരണ 2-3 കളികളാണ്, അത് നമുക്കൊരു കളിയേ ഉള്ളൂ. അപ്പോൾ കുത്തിയോട് ക്ഷേത്രത്തിൽ ഞങ്ങൾ ചെന്നു. രംഗപടം എല്ലാം ഒരുക്കി. നാടകം കളിക്കേണ്ട സമയത്തോട് അടുക്കുന്നു. ഈ വേണു എന്ന് പറയുന്ന ആള്, ഈ നടൻ മാത്രം വന്നിട്ടില്ല. അപ്പം ഞാനാണ് ഇതിൻ്റെ ഈ മുതലാളിമാർ 2 പേരുള്ളതിൽ ഒരാൾ ഞാനാണ്. ഞാൻ ആകെ വിഷമത്തിലായി. ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ സഹസംവിധാനം നടനുമായ പ്രദീപ് റോയിയോട് ചോദിച്ചു, നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിപ്പോൾ ആകെ പ്രശ്നമാകുമല്ലോ. അപ്പോൾ പ്രദീപ് പറഞ്ഞു, ഞാൻ നാടകം കളിക്കും, അല്ലാതെ എനിക്കെന്താ പറയേണ്ടത്, ഇത് മറ്റൊരാളെ കൊണ്ടുവരണം നിങ്ങളുടെ കാര്യത്തിലെന്നൊക്കെ പറഞ്ഞു പുള്ളി. അപ്പം ആദ്യത്തെ സീനിൽ പ്രദീപ് റോയാണ് വരേണ്ടത്. അദ്ദേഹം ഒരു കവിത പാടിക്കൊണ്ട് വരുന്നൊരു സീനാണ് ആദ്യമായിട്ടുള്ളത്. അപ്പോൾ പുള്ളി മനസ്സിൽ കരുതി വെച്ചിരുന്നത് വേറെയാണ്. അപ്പോൾ നമുക്കത് എന്തായാലും നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്നുള്ള രീതിയിലാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ ഈ നാടകം ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഒരു ക്ഷേത്രത്തിന് മുമ്പ് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇന്നൊരു നല്ല ഇടിവെട്ടി മഴ പെയ്യണേ. ഈശ്വരാധീനം എന്ന് പറയാല്ല, ഇടിവെട്ടി അങ്ങ് മഴ. ശിവരാത്രിയല്ലേ, ഇടിവെട്ടി മഴ പെയ്തു. ആളുകളൊക്കെ പല വഴി ഓടി. അപ്പം ഞാൻ ലൈറ്റ് അടിക്കുന്ന ഭരതനോട് പറഞ്ഞാടാ, കർട്ടൻ ഈ രംഗപടം പെട്ടെന്ന് അഴിച്ചൊരു മൂലയ്ക്കോട്ട് മാറ്റിക്കോ,
എന്നിട്ട് തറപ്പോള കുത്തി വെള്ളം സ്റ്റേജിലേക്ക് വീഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പെട്ടെന്ന് ഇതിലോട്ട് മാറ്റിയിട്ട് തറപ്പോള കുത്തി നേരെ വെള്ളം സ്റ്റേജിൽ നിറഞ്ഞു. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മഴ തോർന്നു. ആളുകളൊക്കെ വന്ന് ഫ്രണ്ടിലിരുന്ന് അപ്പോഴും നമ്മുടെ നടൻ എത്തിയിട്ടില്ല, വേണു വന്നിട്ടില്ല. അപ്പോൾ പ്രതിവിനുണ്ട് ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ വരേണ്ടത് അപ്പോൾ ഈ രംഗപടമൊക്കെ അഴിച്ചു. ഈ ഭരതൻ എന്ത് ചെയ്തു, ഒരു കമ്പി വയറെടുത്ത് ഈ സ്റ്റേജിലേക്ക് ഇട്ടു. വെള്ളത്തിലിട്ടത് കൊണ്ട് ആളുകൾ സ്റ്റേജിലേക്ക് കയറ്റിയാൽ കർണടി കൂട്ടറെ എടുത്തിട്ട് ചാടി അയ്യോ പറ്റുന്നില്ല. അപ്പം കമ്മിറ്റിക്കാരും വന്ന് പറഞ്ഞു നടക്കത്തില്ല, ഇന്ന് എന്തായാലും നാടകം കളിക്കാൻ പറ്റില്ല, ആ വെള്ളം ഉണങ്ങാൻ നാടകം കളിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു, അവർ അഡ്മിറ്റ് ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് തിരിച്ചു വന്ന് വണ്ടിയിൽ കയറാനായിട്ട് ചെല്ലുമ്പോൾ ഉണ്ട് നമ്മുടെ നാടകത്തിൽ അഭിനയിക്കേണ്ട നടൻ ആ സമയം ഇപ്പോൾ ഒരു ബാഗ് തൂക്കി വരും. ഞാൻ കണിച്ചിറങ്ങാൻ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയെന്നാ പുള്ളി പറയും. അതായത് ഇവിടെ 9 മണിക്ക് കളിക്കേണ്ട നാടകത്തിന് പുള്ളി വരുന്നത് 11 മണി കഴിഞ്ഞു. മഴയൊക്കെ കഴിഞ്ഞ് പുള്ളി വെടിക്കെട്ട് പോയി കണ്ടിട്ട് തിരിച്ചു വിടും. അപ്പൊ പുള്ളി സത്യത്തിൽ വിചാരിച്ചത് ഈ ശിവരാത്രി അല്ലേ 1 മണിക്കായിരിക്കും. അന്ന് അങ്ങനെയുണ്ട്, ഈ നേരം വെളുക്കുന്ന വരെ പരിപാടി വെക്കുന്നത്. ഇന്നാണ് 10 മണിയാകുമ്പോൾ പരിപാടി നിർത്തിക്കളയും. അന്ന് ഒരു രാത്രി നേരം വെളുക്കുന്നവരെയാണ് കലാപരിപാടികൾ. ഒരു ദിവസം ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ വടക്ക് ഭയങ്കര ചെണ്ടമേളം. അപ്പൊ ഞാൻ വൈഫിനോട് ചോദിച്ചു ഇവിടെ എവിടെയാ ചെണ്ടമേളം നടക്കുന്നത്? അപ്പോൾ പറഞ്ഞു ഇവിടെ കൊച്ചനളങ്ങര അമ്പലത്തിലെ ഉത്സവമാണ്, ഇന്ന് രണ്ട് ഗാനമേള, റൈബാൻ്റെ ഗാനമേളയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വൈഫിനോട് ചോദിച്ചു വരുന്ന വെച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടുന്ന് അന്ന് ബൈക്കിലാണ് നടക്കുന്നത്, ബൈക്ക് കൊടുത്ത് നേരെ ഈ അമ്പലത്തിൻ്റെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ദാസേട്ടൻ പാടിയൊരു പാട്ട് അതുപോലെ പാടുന്നൊരു ഗായകൻ. അപ്പം ഞാൻ അവിടുന്ന് അപ്പം പേര് അനൗൺസ് ചെയ്ത് സുദീപ് കുമാർ. അപ്പം ഞാൻ പുറകിൽ ചെന്ന് നിന്നു. പുറകിൽ വന്ന് ഞാൻ ഇയാളെ കണ്ടു. ഞാൻ ചോദിച്ചു പേര് സുദീപ് കുമാർ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ അതിമനോഹരമായിട്ട് പാടുന്നുണ്ട്, നിങ്ങൾ റെക്കോർഡിങ് വോയിസ് നല്ലതാണ്, ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. ഋഷിയുടെ എനിക്ക് ഞാൻ ഋഷിയുടെ പേര് ഒരുപാട് കേട്ടിട്ടുണ്ട്, നമുക്ക് ഒരു 3-ാമത്തെ ദിവസം ഞാൻ സുദീപിനെ വിളിച്ച് പാടിച്ചു. അത്യുഗ്രം പാട്ട്. അതിനുശേഷമേ എനിക്ക് തോന്നുന്നൊരു 10-200 പാട്ടെങ്കിലും സുദീപൻ്റെ പാടിയിട്ടുണ്ട്. ഈ വ്യക്തിത്വമുള്ളവൻ മാത്രമല്ല, നമുക്ക് എങ്ങനെയും വായിക്കാം. ഒരിക്കൽ പോലും ഈ പല ഗായകരും നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനെ എണ്ണി നോക്കുന്നൊരു ശീലമുണ്ട്. സുദീപ് ഇന്ന് വരെ സിദ്ധു പറയുന്നത് അണ്ണൻ്റെ കയ്യിലുള്ളത് ഇങ്ങനെ തന്നാൽ മതി എന്ന് പറയും. അപ്പൊ അത് ചില വ്യക്തികളുടെ പ്രത്യേകതയാണ്. സുദീപിനെ പോലൊരു ഗായകൻ നമ്മുടെ ഇപ്പോൾ നമുക്ക് ഏറെ അഭിമാനത്തോടെ പറയാം, ആലപ്പുഴ ജില്ലയുടെ അഭിമാനിക്കത്തക്ക രീതിയിൽ തന്നെ വളർച്ചയുള്ള ഒരു ഗായകനാണ്. അഡ്വക്കേറ്റ് ആണെങ്കിൽ പോലും പുള്ളി അതിലോട്ടൊന്നും പുള്ളി നീങ്ങുന്നില്ല. അദ്ദേഹത്തിന്റെ വൈഫ് നിന്നിട്ട് ഡാൻസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അമ്മായിച്ചൻ നല്ല ഹാർമോണിസ്റ്റ് ആയിരുന്നു. എൻ്റെ അമ്മാവൻ ആലപ്പി ഹരിലാലിനോടൊപ്പം ഇവർ ഒരുമിച്ച് വായിക്കുമായിരുന്നു. അപ്പൊ പണ്ട് ഈ ലാലിമാമന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അയൽപക്കത്തെ വീട്ടിൽ ഈ ഹാർമോണിയം എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ ബ്ലഡിൽ അരിഞ്ഞിരിക്കുന്ന ആയതുകൊണ്ട് കേട്ട അപ്പം ഓടും. അപ്പൊ അവിടെ ചെന്ന് ഈ ജെയിംസ് ചേട്ടൻ പെട്ടി വായിക്കുന്നത് കണ്ട് അന്തം വിട്ടിരുന്നിട്ടുണ്ട് ഞാൻ. ഈ സുദീപിന്റെ വൈഫിന്റെ അച്ഛൻ അതിമനോഹരമായിട്ട് വായിക്കുമായിരുന്നു. അവര് ഈ ലാലിമാമനുമായിട്ട് ഇവർ തമ്മിൽ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. കാരണം മാമന് പറ്റാത്ത ഒരു സ്ഥലങ്ങളിൽ ജെയിംസ് ചേട്ടൻ പോകും, അല്ലെങ്കിൽ ജെയിംസ് ചേട്ടന് പറ്റാത്ത ഒരു സ്ഥലത്ത് ലാലിമാമൻ പോകും. അങ്ങനെ ആലപ്പുഴയിലെ കലാകാരന്മാരുടെ കൂട്ടത്തിൽ ഒരു സംഘം ഉണ്ടായിരുന്നു നല്ല. അപ്പൊ സുദീപിനെ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല, എടുത്തു പറയാവുന്ന ഒരാളാണ്. അതുപോലെ തന്നെയാണ് ഈ വയലാർ രാമവർമ്മയെ പരിചയപ്പെടാൻ എനിക്കൊരു അവസരമുണ്ടായി. ഇങ്ങനെ ആലപ്പുഴ അശോക ലോഡ്ജിൽ അദ്ദേഹം താമസിക്കുന്നുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാമെന്ന് എൻ്റെ രമാവൻ പറയുന്നു. അപ്പൊ അവര് പിടിച്ചൊരു ഫിലിമിന് വേണ്ടിയിട്ടാണ് വയലാർ രാമവർമ്മ പാട്ടെഴുതാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ രാവിലെയാണ് ചെല്ലുന്നത്. ഒരു 9 മണിക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ബനിയനും വെള്ളയിൽ ലൈനുള്ള ഒരു കൈലിയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ചെന്നപ്പോ പറഞ്ഞു, എടാ സാറേ ഇത് ഋഷികേശ് എന്നാണ് ഇവന്റെ പേര്, അന്ന് എന്നെ അറിയപ്പെടുന്ന മുഹമ്മദ് ഋഷികേശ് എന്നാണ്. അപ്പോൾ മുഹമ്മക്കാരാണ്, മുഹമ്മദ് ഋഷികേശാണ്. പാട്ടൊക്കെ കമ്പോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പാട്ട് പാടുകയും കമ്പോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു പാട്ട് പാടും, കമ്പോസ് ചെയ്യുമോ? ഞാൻ പറഞ്ഞു നാടകങ്ങൾക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ വേണം, നല്ല കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു പൊട്ട ചോദ്യം ചോദിച്ചു. അതായത് ഈ നന്നായിട്ട് മദ്യപിക്കുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്, എങ്ങനെ മദ്യപിച്ചുകൊണ്ട് എഴുതാൻ കഴിയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ
സാധാരണഗതിയിൽ എനിക്കൊരു അടിയാ പുള്ളി തരട്ടെ, പക്ഷെ ചിരിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞു, ഞാൻ മദ്യപിക്കാറുണ്ട്, പക്ഷേ മദ്യപിക്കുന്നത് രാത്രിയാണ്. മദ്യപിച്ചിട്ട് ഞാൻ ഈ ഏത് സിറ്റുവേഷൻ ഏതാണെന്ന് വെച്ചാൽ ആ സിറ്റുവേഷനെ കുറിച്ചൊക്കെ ആലോചിക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് എഴുതാനിരിക്കും. ഈ എന്തൊക്കെ ആലോചിച്ച് കൂട്ടിയോ അത് മുഴുവൻ എൻ്റെ പേനത്തുമ്പിൽ ആ സമയത്ത് വരും. അങ്ങനെ ഞാൻ എഴുതും. എന്നെ അതിലെ 3 പാട്ട് എടുത്ത് തന്നെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നിടത്ത് കാണിച്ച് അത്ഭുതമാണ്. ഈ ഇത്രയും ഫിലോസഫിക്കൽ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള മറ്റൊരു ഗാനരചയിതാവില്ല എന്ന് നമുക്ക് പറയാം. ഇവിടെ പലരും അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ചെറുപ്പത്തിൽ നടക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും ഒരു കാലത്തും ചെറുപ്പത്തിൻ്റെ വരില്ല. കാരണം ഈ 47ാമത്തെ വയസ്സിൽ പോയ അദ്ദേഹം, ഈ നമ്മളിപ്പം തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ആയിരക്കണക്കിന് പാട്ടുകളുണ്ട്. അത്രയും ദേവരാം മാഷ് ഒരിക്കൽ പോലും തിരിച്ച് പാട്ട് കൊടുത്തിട്ടില്ലാത്ത, ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ദേവരാം മാഷ് കൊടുത്ത പാട്ടുകളെല്ലാം ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ്. ഗംഭീരം എന്ന് തന്നെ പറയാൻ പറ്റില്ല. അതിഹൃദ്യമായി പാട്ട് എഴുതുന്ന ഒരാളാണ് വയലാർ രാമവർമ്മ. അദ്ദേഹത്തിന്റെ മകൻ ശരത്ചന്ദ്ര വർമ്മയും അതിൽ നിന്ന് ഒട്ടും പുറകോട്ടല്ല കേട്ടോ. ഹൃദ്യത അദ്ദേഹത്തിന് ഒട്ടും കുറവില്ല. എന്തെഴുതിയാലും നന്നായിട്ട് തന്നെയാണ് എഴുതുന്നത്. ആദ്യകാലത്തൊക്കെ പറയുമായിരുന്നു, അച്ഛൻ എഴുതി വെച്ച പാട്ട് മകൻ ഓടി. അപ്പൊ ഈ സിറ്റുവേഷൻ കൂടെ എങ്ങനെയാണെന്ന് നോക്കി വെക്കണ്ടേ. അച്ഛൻ എഴുതി ആ സിറ്റുവേഷൻ അനുസരിച്ച് പാട്ടുണ്ടാക്കണമെങ്കിൽ അച്ഛൻ അന്നേ ഈ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി വെക്കണ്ടേ. അങ്ങനെയല്ല, അത് അദ്ദേഹം തന്നെ, ശരത്ചന്ദ്രവർമ്മ തന്നെ എഴുതിയതാണ്. അങ്ങനെ വയലാർ രാമവർമ്മ എന്ന് പറയുന്ന പ്രതിഭയായിട്ട് ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ചെലവാക്കാൻ കഴിഞ്ഞത് ഞാൻ എൻ്റെ ജീവിത പുണ്യമായിട്ട് കാണുന്ന ഒരാളാണ്.